അങ്ങനെ നമ്മൾ അന്ന് രാത്രി കയറിയ മലമലേക്ക് പോവാണ്. 4-5 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ പോകുന്നത്. ആൻഡ് ഇന്നലെ, അതായത് സെപ്റ്റംബർ 21 മൈസൂർ ദസറ കാണാൻ വേണ്ടി പോയതായിരുന്നു. അതെന്തായാലും മുമ്പിൽ ശരിക്കും അത് 22-ന് തുടങ്ങും, അതായത് ഇന്ന്. എന്തായാലും തുടങ്ങിയ സ്ഥിതിക്ക് നമ്മൾ ഗുണ്ടൽപേട്ട വിടുന്നതിൻ്റെ മുന്നേ മൈസൂരൊക്കെ ഒന്ന് കയറിയിട്ട് ഇനി പോരുള്ളൂ, വേറെ കാര്യം. ആൻഡ് ഇവിടുന്ന് മല കയറാൻ പോകുന്നു. ബാക്കി മലമ കയറിയിട്ട് എന്തായാലും പാട് നോക്കാം. കാരണം നൈറ്റ് അവിടെ നല്ല വ്യൂ ആയിരുന്നു, ഈ ക്യാമറ കിട്ടൂലേ. അപ്പം നമ്മളിന്ന് മോർണിംഗ് കയറിയിട്ടുള്ള പാടാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ബാക്കി അതിൻ്റെ മുകളിൽ എത്തിരി കാണാം. ഓക്കെ, നമ്മളിങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് വെരി വെരി ബ്യൂട്ടിഫുൾ. നമ്മളിതിൻ്റെ ടോപ്പിലെത്തി. അന്ന് രാത്രി വന്ന മല. ബട്ട് വ്യൂ ഉണ്ടല്ലോ ഗൈസ്, കാണേണ്ട ഒരു വ്യൂ ആണ്. ഓക്കെ, ശരിയായ വ്യൂ ആണ് ഗൈസ്, ശരിയായ വ്യൂ. ഇവിടെയൊക്കെ അന്ന് രാത്രി ഞങ്ങൾ വന്നത്. വാട്ടർ ടാങ്ക് ഇന്ന് വന്നപ്പോൾ വേറെ തന്നെ ഒരു വ്യൂ ആയിരുന്നു. ഇതിപ്പോൾ വേറൊരു വ്യൂ. എന്തുകൊണ്ടും അതിമനോഹരമായ സ്ഥലം ഗൈസ്, എല്ലാം കൊണ്ടും നീറ്റ്. ഇത് ജസ്റ്റ് ഒരു വ്യൂ മാത്രമായിട്ട് ഇപ്പോൾ കണ്ടത്. ഇനി വേറെ തന്നെ വ്യൂസും കാര്യങ്ങളും വരാനുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ലൈക്ക് ഈ കാണുന്ന റോഡില്ലേ, അതായത് ഇത് ഈ റോഡിന് നേരെ പോയിട്ട് വേറൊരു ശരിയായ സാധനം കൂടി ഉണ്ട്. സോ നമുക്ക് അതും കൂടി കണ്ടിട്ട് ബാക്കി നോക്കാം. ഓക്കെ, നമ്മളിവിടെ വേറെ തന്നെ ഒരു മൂഡ് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു മൂഡ്. ശരിയായ സ്ഥലത്ത് എത്തിപ്പെട്ട്, ശരിയായൊരു സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് നോക്കിയ കംപ്ലീറ്റ് നോക്കി കാറ്റടിച്ചിട്ട് ഇങ്ങനെ തിര വരുന്നതാണ്. പക്ഷേ കോമഡി എന്താ അറിയോ, ഇവിടെ പുലി വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലമാണ്. ശരിയായ വ്യൂ ഗൈസ്. ഇവിടെ ഇങ്ങനെ കുറേ ഏതൊക്കെ സ്ഥലമുണ്ട്. ഇങ്ങനെ വന്ന ഓരോ സ്ഥലത്ത് കയറുന്നുണ്ട്. പേരോ കാര്യങ്ങളോ ചോദിക്കരുത്, സത്യം പറയാൻ എനിക്കറിയില്ല. ഗുണ്ടൽപേട്ടാണെന്ന് മാത്രം അറിയാം. ശരിയായ വ്യൂ ഏതാ രസം. അല്ലാ, ഒക്കെപ്പാടെ ശരിയായിട്ട് പൈസ ഒക്കെ ഒപ്പിച്ച് വന്ന് അത് നടക്കൂല, മനസ്സിലായതാ. അല്ലാ, ഇത് കാണണോ, എനിക്ക് വയ്യ, സത്യം എനിക്ക് വയ്യ. ഇതിപ്പോൾ ഏതൊരു ഷെഡാട്ടോ ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഈ സൈഡ് ചെറിയ കുഞ്ഞ് ഡാമാ. അങ്ങനെ നമ്മൾ മറ്റൊരു വഴി കൂടെ കാട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ചെറിയ വഴി. നല്ല മുള്ളുള്ള ചെടി അപ്പുറം ഇപ്പുറമുള്ള. ഫുള്ള് മുള്ളാണല്ലോടാ. അങ്ങനെ ഈ കാട്ടിൻ്റെ ഉള്ളിൽ രണ്ടാമത്തെ ഡാമാണോ തടാകാണോ കുളമാണോ എന്താണെന്ന് അറിയാൻ പാടില്ല, രണ്ടാമത്തെ ഒരു സ്ഥലം കൂടി കണ്ടുപിടിച്ച്. പക്ഷെ അത് പോകുന്ന വഴി ഉണ്ടല്ലോ, ലൈക്ക് ഫുള്ള് പുല്ലും കാടും ഒക്കെ നിറഞ്ഞൊരു വഴിയാകാം. ഇതുണ്ടോ, ഇതിനുള്ളിൽ കൂടി എങ്ങനെ പോകണം. ഒന്ന് കാല് ഇങ്ങോട്ടായി പോയാലും ഫുള്ള് അങ്ങോട്ടങ്ങ് പോകും. ഇങ്ങോട്ടായി പിന്നെ രക്ഷപ്പെടുന്നു വിചാരിക്കുക. പക്ഷേ അങ്ങനത്തെ വഴിയാണ് കേസത്. ഇവിടെ കുയ്യൊക്കെ ഉണ്ട്.
ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പോകുന്നു. അമ്മേ ഫുള്ള് കാടാ. ഗൈസ് ഇത് നോക്കി, ഏതാ വ്യൂ. ശരിയായ വ്യൂ, നമുക്കൊന്നും പറയാനില്ല. ഗൈസ് നമ്മളുണ്ടല്ലോ ആ കാണുന്ന വഴി ഉണ്ടല്ലേ, അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. ആ വഴിയിലേക്ക് എത്താനുള്ള മൈൻഡിലാണ് തിരിച്ചത്. പക്ഷെ ഞങ്ങൾ നേരെ ഓപ്പോസിറ്റ് ഈ കാട്ടിൽ കൂടെ വന്നപ്പോ അല്ലാ. പക്ഷേ വന്നതുണ്ടല്ലോ ശരിക്കും മുതലായിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ശരിക്കും മുതലാ. ഇതിപ്പോ ഒരു ഡാം പോലത്തെ സെറ്റപ്പാണ് എന്തായാലും. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. സ്ഥലപ്പേരും ചോദിക്കരുത്, അതൊന്നറിയില്ല. പക്ഷെ നല്ല രസമുണ്ട്. ഗുണ്ടൽപേട്ട ഇങ്ങനത്തെ എന്തൊക്കെയോ സ്ഥലങ്ങൾ ഇനിയുണ്ട് ഇവിടെ, എന്തൊക്കെയോ കാണാൻ. ഞാൻ നേരത്തെ അപ്പുറത്ത് ഒരു മറ്റേ എന്തിനു പറയല്, ആ വെള്ളത്തിൻ്റെ മുകളിൽ നിന്നിട്ട് അമ്പലം കാണിച്ചില്ലേനോ, ആ അമ്പലത്തിൻ്റെ അടുത്ത് ഞങ്ങളെത്തി. ബട്ട് ഇവിടുത്തെ അമ്പലം തന്നെ വേറെ തന്നെ ഒരു ഹരാട്ടോ കാണാൻ. ഞാൻ കാണിച്ചു ഇതുണ്ടോ, ഈ കാണുന്ന ലൈന് ഫുള്ള് കറണ്ടാ, തൊടാൻ പറ്റൂല. ഗൈസ് ഏതാ മൂഡ് നോക്കിയ, ശരിയായ മൂഡ്. അവിടെ അയാൾ ഇരിക്കുന്നുണ്ട്, സങ്കടം പറയാൻ തോന്നുന്നു. ഇതാണ് ഈ സ്ഥലത്തുള്ളൊരു ഗ്രാമം. ഇതിൻ്റെ ഉള്ളിലെ കുറേ വീടുകളുണ്ട്. അങ്ങനെ നമ്മൾ ആ ഗ്രാമത്തിൽ കൂടെ കയറി ഇറങ്ങി റോഡ് മേലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ റോഡ് വരെ നല്ല ഭംഗിയാണ് കാണാൻ. കാര്യമായിട്ട് ഞാൻ കാണിച്ചത് നോക്കി, ഇതുണ്ടോ ഫുള്ള് പ്രകൃതി എന്ത് രസമാണ് ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കാൻ. അങ്ങനെ ഇന്നത്തെ ഗുണ്ടൽപേട്ട തെണ്ടലൊക്കെ പാടെ ശരിക്ക് തെണ്ടി തീർത്തിക്കുന്നത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരും. വല്ല കാട്ടുന്നോ മലമലോ കുളത്തിലോ എവിടെയെങ്കിലൊക്കെ വെച്ച് വരുന്നതാണ്. സോ ബൈ.